സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകിന് ഔഷധഗുണങ്ങൾ ഏറെയാണ്. പുരാതന കാലം മുതൽക്കേ ആയുർവേദത്തിലും നാടൻ ചികിത്സാരീതികളിലും ഇത് ഒരു പ്രധാന ഘടകമായി ഉപയോഗിച്ചുവരുന്നു. കുരുമുളകിന്റെ ചില പ്രധാനപ്പെട്ട ഔഷധഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ദഹനപ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള പൈപ്പറിൻ എന്ന സംയുക്തം ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ദഹനം എളുപ്പമാക്കാനും ദഹനക്കേട്, വയറുവീർപ്പ്, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. 2. ചുമ, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്ക് പരിഹാരം. കുരുമുളകിന് ആന്റിബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് തൊണ്ടവേദന, ചുമ, ജലദോഷം എന്നിവയെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. കഫക്കെട്ടുള്ളപ്പോൾ കുരുമുളക് പൊടിച്ച് തേനിൽ ചേർത്തോ കഷായം വെച്ചോ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. 3. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. കുരുമുളകിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, ഇരുമ്പ്, മാംഗനീസ്, ആന്റിഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും. 4. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കുരുമുളക് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. ഇത് കൊഴുപ്പ് എരിച്ചു കളയുന്നതിന് സഹായിക്കും. കുരുമുളകിലെ ഫൈറ്റോന്യൂട്രിയന്റുകൾ കൊഴുപ്പ് കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. 5. തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. കുരുമുളകിലെ പൈപ്പറിൻ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങളെ ചെറുക്കാനും ഇത് സഹായിച്ചേക്കാം. 6. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള ശക്തമായ ആന്റിഓക്സിഡന്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും കോശങ്ങൾക്കുണ്ടാകുന്ന നാശം തടയുകയും ചെയ്യുന്നു. ഇത് ചിലതരം ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിച്ചേക്കാം. 7. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. കുരുമുളക് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഈ ഗുണങ്ങൾ ലഭിക്കുന്നതിനായി കുരുമുളക് മിതമായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഉചിതമാണ്. എന്നിരുന്നാലും അമിതമായി ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ദോഷകരമാകാറുണ്ട്. ഏതെങ്കിലും രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർ ഡോക്ടറുടെ നിർദ്ദേശം തേടിയ ശേഷം മാത്രം ഉപയോഗിക്കുക.